സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ ഒരു പ്രത്യേക വിഷയം സംസാരിക്കാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികളിൽ അമിതമായിട്ടുള്ള പഠനഭാരം അടിച്ചമർത്തുന്ന പ്രവണത വളരെ സാർവത്രികമാണ്. സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളുടെ ഇടയിലും ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്നത് ഒരു മധ്യവർഗ സമൂഹത്തിലാണ്. അധ്യാപകർ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാർ, ഒരു മധ്യ രീതിയിലുള്ള മധ്യവർഗം എന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ കുട്ടികളിലാണ് ഈ മാനസിക സമ്മർദ്ദം ഏറ്റവും കൂടുതൽ കാണുന്നത്. നിരന്തരം പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക, വളരെ നേരത്തെ രാവിലെ തന്നെ വെളുപ്പാങ്കാലത്ത് തന്നെ അവരെ ഉണർത്തുക, അവരെ ട്യൂഷൻ സെൻറ്ററിലേക്ക് അയക്കുക, വീണ്ടും വൈകിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നിരന്തരമായിട്ടുള്ള പഠന പ്രക്രിയകളിൽ ഏർപ്പെടുത്തുക. ഇതെല്ലാം ചെയ്യുന്നത് അവരുടെ ജീവിതം ഭാവിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ള ഒരു വാദമാണ് എല്ലാവർക്കും ഉള്ളത്. ഈ കുട്ടികളെ കൂടുതൽ മത്സരക്ഷമത ഉള്ളവരാക്കുക, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഇവരെ പര്യാപ്തരാക്കുക, അല്ലെങ്കിൽ ഇവർക്ക് ടോപ്പ് സ്കോറാക്കി മാറ്റുക, വിവിധതരം മത്സര പരീക്ഷകൾ ഇവർ ഏറ്റവും മുന്നിൽ വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ ചെറിയ നാളുകളിൽ തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടികളെ ഇത്തരം പഠനഭാരം അടിച്ചേൽപ്പിക്കുന്നു. മാത്രമല്ല നിരന്തരമായിട്ട് അവരെ ഒരു മാനസിക സമ്മർദ്ദത്തിൽ അടിമപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് വളരെ സാർവത്രികമാണ്, വളരെ വ്യാപകമാണ്. എല്ലായിടത്തും, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാത്തരം സംസ്ഥാനങ്ങളിലും ഇതുണ്ട്. പ്രത്യേകിച്ച് മധ്യവർഗം എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇതിനെപ്പറ്റി ഇത്തരം ഈ അടിച്ചേൽപ്പിക്കൽ, ഈ പഠനം അടിച്ചേൽപ്പിക്കുന്ന പ്രക്രിയ കുട്ടികളിൽ എത്രമാത്രം ദോഷകരമായിട്ട് ബാധിക്കുന്നു, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഗുണപരമായിട്ടുള്ള വശമുണ്ടോ എന്നതിനെ പറ്റി ഒരു പഠനവും നമ്മുടെ രാജ്യത്ത് നടന്നിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് ചില ശാസ്ത്രീയ വശങ്ങളുടെ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമുക്കിതിനെ ഒന്ന് വിലയിരുത്താൻ നോക്കാം. ഒരു കുട്ടിക്ക് 6 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള ഒരു കുട്ടിക്ക് 9 മുതൽ 12 മണിക്കൂർ വരെ ഉറക്കം ആവശ്യം. എന്തിനാണ് ഈ ഉറക്കം ആവശ്യം? അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള വളർച്ചയ്ക്ക് ഈ ഉറക്കം അവർക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ 13 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും അത് 8 മുതൽ 10 മണിക്കൂർ വരെയുള്ള ഉറക്ക സമയമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ഉറക്കം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു വളർച്ചാ പ്രക്രിയയുടെ സമയമാണ്. ഈ സമയത്താണ് വിവിധതരം വളർച്ചാ ഹോർമോണുകൾ ഉത്തേജിപ്പിക്കപ്പെടുകയും കുട്ടിയുടെ ശാരീരികവും മാനസികമായിട്ടുള്ള വികാസത്തിന് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ത്വരിതപ്പെടുത്തുന്ന സമയവും കൂടെയാണ്. ഇതിപ്പം ഇപ്പോൾ വന്ന സെൽ ഡാമേജുകൾ, ഏതെങ്കിലും രീതിയിലുള്ള ഈ കോശങ്ങൾക്കുള്ള ഡാമേജുകൾ പരിഹരിക്കപ്പെടുന്നത് ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ വളരുന്നത്. മനുഷ്യൻ്റെ ശരീരം വളരുന്നത് മനുഷ്യൻ ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായിട്ടുള്ള ഉറക്കത്തിനെ തടസ്സപ്പെടുത്തുന്ന ഈ പ്രവർത്തനം ഈ കുട്ടികളുടെ ഭാവിയിൽ, അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്കും അവരുടെ മാനസികാരോഗ്യത്തിനും എത്രമാത്രം തടസ്സം സൃഷ്ടിക്കുന്നു എന്നതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള പഠനവും നമുക്കുണ്ടായിട്ടില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഇത്തരം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ ഈ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു പഠനം വിവിധ തരം പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇത്തരം പഠനങ്ങളില്ല. ഇപ്പം തന്നെ ഈ കോഗ്നിറ്റീവ് വികാസം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ബൗദ്ധിക വികാസം എന്ന് പറയുന്നത് അത് പലതരം മാനസിക ക്ഷമതയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത്തരം മാനസിക വളർച്ച സാധ്യമല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കോഗ്നിറ്റീവ് വികാസം കുട്ടികൾക്കുണ്ടാകുന്നത്? കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ള ഒറ്റ മാനദണ്ഡം വെച്ച് പുലർത്തുന്ന ഒരു സമൂഹത്തിൽ കുട്ടികളുടെ മറ്റു രീതിയിലുള്ള സർഗാത്മകമായിട്ടുള്ള വളർച്ചയ്ക്കും അവരുടെ തിങ്കിങ് പ്രോസസ്സിനും അവരുടെ ചിന്താപദ്ധതി അവർ ചിന്തിക്കുന്ന രീതികൾക്കുമൊന്നും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പരിഗണനയും കൊടുക്കാതെയാണ് ഇത്തരത്തിലുള്ള ഈ പഠനഭാരം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പം തന്നെ അറിയാം, ഈ ആധുനിക സമൂഹത്തിൽ കണക്ക് കൂട്ടാൻ കാൽക്കുലേറ്റർ ഉണ്ട്, അതുപോലെ ഒരുപാട് ടൂളുകളുണ്ട്, ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഈ ഉപകരണങ്ങൾ വെച്ചുകൊണ്ടാണ് ആധുനിക മനുഷ്യൻ ജീവിച്ചു പോകുന്നത്. ഇതൊന്നും നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പല കാര്യങ്ങളും കാണാതെ പഠിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. ഇപ്പം ഈ ആധുനികമായിട്ടുള്ള ഇപ്പം തന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്
നിർമ്മിത ബുദ്ധി. നിർമ്മിത ബുദ്ധി കൊണ്ട് വീണ്ടും മനുഷ്യൻ്റെ കഴിവുകൾ വീണ്ടും മറ്റു രീതിയിൽ ഉപയോഗിക്കാനാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സങ്കീർണമായിട്ടുള്ള ഫോർമുലകൾ ഓർമ്മിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുകയും മനുഷ്യൻ്റെ പലതരത്തിലുള്ള സർഗാത്മകമായ പ്രവർത്തനങ്ങളെ ലഘൂകരിക്കുകയും കൂടുതൽ അറിവ് നേടാനും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്താനും ഇത്തരത്തിലുള്ള ടൂളുകൾ, ഇത്തരത്തിലുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും ഒരു ടൂൾ, ഒരു ഉപകരണം ഒരു ഉപായം എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ സിസ്റ്റമൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹം മാത്രം പ്രാകൃതമായിട്ടുള്ള പഠനഭാരം കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്നത് തികച്ചും നിരുത്തരവാദിത്വമാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സെഷൻ ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ തന്നെ ഈ സർഗാത്മകമായിട്ടുള്ള കാര്യത്തിൽ കുട്ടികൾ വളരെ പുറകിലാണ്. ഇപ്പോൾ തന്നെ നോക്കുക, നമ്മൾ ഈ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യക്കാർ വളരെ പുറകിലാണ്. ചൈനക്കാർ വളരെ ബഹുദൂരം മുന്നിലാണ്. പലതരം കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാർ വളരെ പുറകിലാണ്. ഇന്ത്യക്കാർക്ക് ബേസിക്കുള്ള കണ്ടുപിടുത്തങ്ങൾ ഇന്ത്യക്കാരുടെ പേരിൽ വരുന്നത് തന്നെ കുറവാണ്. അതിന് ഒരു പ്രകടമായ ഉദാഹരണം തന്നെ ഇന്ത്യക്കാരെല്ലാവരും കളിക്കുന്ന ഒരു കളിയാണ് ക്രിക്കറ്റ്. വളരെ ആവേശത്തോടും അഭിനിവേശത്തോടും കളിക്കുന്ന ഒരു കളിയാണ് ക്രിക്കറ്റ്. ഈ കളിയിൽ ഒരു പുതിയ ഫോർമാറ്റ് കൊണ്ടുവന്നത് ഇംഗ്ലണ്ടുകാരാണ്, ഇന്ത്യക്കാരല്ല. ഈ 2020 എന്നുള്ള പുതിയ ഫോർമാറ്റ്. അപ്പോൾ സർഗാത്മകത, അതായത് ക്രിയേറ്റീവായിട്ടുള്ള ചിന്തിക്കാനുള്ള കഴിവ് ഇന്ത്യക്കാർക്ക് എത്രമാത്രം കുറഞ്ഞിരിക്കുന്നു എന്നതിനുള്ള ഒരു ഒറ്റ ഉദാഹരണം മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യക്കാർ മൊത്തം ആവശ്യത്തോടെ കളിക്കുന്ന ഒരു കളിക്ക് ഒരു പുതിയ തരത്തിലുള്ള ഒരു ഫോർമാറ്റ് കൊണ്ടുവരാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സർഗാത്മകത അല്ലെങ്കിൽ നമ്മുടെ ഈ സൃഷ്ടിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു പ്രക്രിയയാണോ നമ്മളുടെ വിദ്യാഭ്യാസം നമുക്ക് തരുന്നത് എന്ന് നമ്മൾ വളരെയധികം ഗൗരവത്തോടെ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നന്ദി.